ഞാൻ ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ബസ് കയറാൻ നിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു, ബേബി ചായന്റെ കട. ബേബി ചായന്റെ കടയിൽ ഒരു ചെറിയ 14-ഇഞ്ച് ടി വിയിൽ രാവിലെ കിരൺ ടി വിയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ഒരു രാഹുൽ ഈശ്വർ. അവിടുന്ന് പിന്നീട് അങ്ങോട്ട് പല ചാനൽ ചർച്ചകൾ നിരീക്ഷകനാകുന്നു, ശബരിമലയിൽ പ്രശ്നങ്ങളുടെ മുന്നിൽ നിന്ന് പോരാടുന്നു. സത്യത്തിൽ ആരാണ് രാഹുൽ ഈശ്വർ? അന്നത്തെ ആ കിരൺ ടിവിയുടെ ആള് തന്നെയാണ്. അതായത് കിരൺ ടി വി 2006, 2005, 2007 ഞാൻ പ്ലസ് ടു. 2006 തുടങ്ങുമ്പോ എന്റെ ലൈഫിലെ 2005 ആ കാലഘട്ടത്താണ് തുടങ്ങുന്നത്. ശരിക്കും ഞാൻ കിരൺ ടി വിയിൽ അങ്ങനെ വർക്കിന് വേണ്ടി പോയല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് കിരൺ ടി വിയിൽ അവസരം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയി അവിടെ അവസരം കിട്ടി ചെയ്തതാണ്. അത് ജീവിതത്തിലെ വലിയൊരു മാറ്റമായിരുന്നു. അന്നത്തെ സുഹൃത്തുക്കളെ നല്ലൊരു ശതമാനം ഇപ്പോഴും കൂടെ ഉണ്ട്. നാഷ്, നമ്മുടെ പോസ്റ്റ് ബോക്സ് ചെയ്യുന്ന ഞാനും നാഷ് ഒരുമിച്ചാണ് ചെയ്തു. നാഷ് ദുബായി പോയി. നാഷ് ഇപ്പം കാസ്റ്റിംഗിലൊക്കെ നിൽക്കുന്ന, ഒരു സിനിമയിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. നാഷ് ഖാൻ എന്നാണ് പേര്. പാർവതി തിരുവോത്ത്. പാർവതി ഞങ്ങളുടെ കൂടെ തുടങ്ങിയതാണ്. അത് പാർവതി +1 +2 പഠിക്കുകയാണ്. പാർവതി തുടങ്ങിയതാണ്. പിന്നെ അർച്ചന ബിഗ് ബോസിലൂടെ ഒക്കെ വന്നിട്ട് ഒരുപാട് പേര് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ദീപ്തി, എൻ്റെ വൈഫ് ദീപയുടെ ചേച്ചി ദീപ്തി ആണ് ഏറ്റവും നല്ല ആങ്കേഴ്സിൽ ഒന്ന്. അരുൺ നാരായണൻ, ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർ, തലവന്റെ ഒക്കെ പ്രൊഡ്യൂസറാണ് അരുൺ. ഒരുപാട് നമ്മുടെ മമ്മൂട്ടിയും എന്താരെയൊക്കെയുള്ള സിനിമയുണ്ടല്ലോ, സിനിമയുടെ പേര് വിട്ടുപോയി. അപ്പം ഒരുപാട് പ്രമുഖമായ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തസ്കരല്ല, നയൻതാര റേപ്പ് ചെയ്യപ്പെടുന്നതും മറ്റും, എന്നിട്ട് മറ്റേ പ്രതികാരം ചെയ്യുന്ന നല്ല ഉഗ്ര മൂവിയാണ്. നയൻതാരയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഞാൻ പേര് വിട്ടുപോയി, പക്ഷെ ആ ഗംഭീര മൂവിയാണ്. ഇതുപോലത്തെ ഒരുപാട് സിനിമകൾ. അപ്പൊ ആ ജനറേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നു. അന്ന് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, കിരൺ ടി വി മാത്രമേ ഉള്ളൂ. അതാണ് യൂത്തിന് കാണാൻ അതേ ഉള്ളൂ. ഇന്നിനിയും പറയാൻ അന്ന് ഒരു കാര്യം കൂടെ പറയാം. അന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പറയാം. അന്ന് ശരിക്കും ഏഷ്യാനെറ്റ് പ്ലസിനാണ് ആദ്യം അംഗീകാരം കൊടുക്കാനിരുന്നത്. അപ്പോ അന്ന് മുരശലിമാരൻ, നമ്മുടെ DMKയുടെ മന്ത്രി മാരനാണ് കമ്മ്യൂണിക്കേഷൻസ് മിനിസ്റ്റർ എന്തോ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് കിരൺ ടി വിക്ക് ആദ്യം പെർമിഷൻ കിട്ടുകയും ഏഷ്യാനെറ്റ് പ്ലസിനെ തടഞ്ഞു വെച്ചെന്നൊക്കെയാണ് കഥ. അറിയില്ല, പക്ഷേ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ആയിരുന്നു കിരൺ ടി വി. അത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം പോലും അതിലെ നല്ലൊരു ശതമാനം ആൾക്കാരോട് ഞങ്ങൾക്കൊരു രവിചേട്ടൻ ഉണ്ടായിരുന്നു, നമ്മുടെ ബിഹൈൻഡ് ദ ടീം ഉണ്ടായിരുന്നു, പ്രവീൺ സാർ, സൂര്യയുടെ ഹെഡ്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരോട് ഇന്നും ഒരു ആത്മബന്ധം നിലനിർത്തുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അന്നത്തെ രാഹുൽ ഈശ്വറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ചർച്ചകളിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആ പരിപാടി ഇന്നത്തെ ചിന്താവിഷയം എന്നാണ്, ഗുഡ് മോർണിംഗ് കിരൺ, ഇന്നത്തെ ചിന്താവിഷയം എന്നാണ് അതിന്റെ പേര്. അതിൽ നിന്ന് കിട്ടിയ ഒരു ഗുണം ഇപ്പോഴും ഉണ്ട്. കാര്യം രണ്ട് വശത്തു നിന്നും കാര്യങ്ങൾ നോക്കി കാണാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും ഒന്നിനോടായിരിക്കും എനിക്ക് യോജിപ്പ്. പലപ്പോഴും വിമർശകർ രാഹുൽ ഈശ്വറിന്റെ നിലപാടുകളിൽ ബാലൻസ് കേരളത്തിൽ വിളിക്കാറുണ്ട്. പക്ഷെ ഈ ബാലൻസ് ഇല്ലാതെ ഒരു രാജ്യം എങ്ങനെയാ പോണേ? ഇങ്ങനെയാണ് ഒരു രാജ്യത്ത് ബാലൻസ് ഉണ്ടാക്കുന്നത്. എല്ലാത്തിനും ഒരു ബാലൻസ് വേണം. ഞാൻ സിമ്പിളായി പറയാറുണ്ട്. ഇപ്പൊ ഞാൻ വേറൊരു ഓഫീസിൽ നിന്ന് വരുന്ന വഴി, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൊടിയും മറ്റും ഞാൻ സ്ഥിരം വെക്കാറ്. ഇന്ത്യയുടെ കൊടിയുടെ അർത്ഥം എന്താ? ഇന്ത്യയുടെ കൊടിയുടെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. അതിലെ കാവി കാണിക്കുന്നത് ഹിന്ദുക്കളെയാണ്, വെള്ള കാണിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ്, പച്ച കാണിക്കുന്നത് മുസ്ലിങ്ങളെയാണ്. ഇത് മഹാത്മാഗാന്ധി എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഈ ബാലൻസ് ഉണ്ട്. എന്നിട്ട് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറഞ്ഞ കാര്യങ്ങളിലൊന്ന്, ഗോഡ്സെക്ക് ഇന്ത്യക്ക് ഒരു കാവിക്കൊടി മാത്രം വേണമായിരുന്നു. ഒരു കാവിക്കൊടി മാറ്റി ഇന്ത്യയുടെ പതാക ത്രിവർണ്ണ പതാകയാക്കിയത് ഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ നിലപാട് കാരണമാണെന്നുള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു തമാശയും കൂടെ അറിഞ്ഞിരിക്കണം. അതായത് മുസ്ലിം നേതാവായ മൗലാന അബുൽ കലാം ആസാദ് കാവിക്കൊടി മതിയെന്ന് അംഗീകരിച്ചു. പുരോഗമനവാദിയും ഇടത് ലിബറലും ആയിട്ടുള്ള നമ്മുടെ നെഹ്റുജി കാവിക്കൊടി പതാക അംഗീകരിച്ചു 1931 കറാച്ചി സമ്മേളനത്തിൽ. അന്നത്തെ പാകിസ്ഥാനില്ല, കറാച്ചി സമ്മേളനത്തിൽ. ബാക്കി എല്ലാവരും അംഗീകരിച്ചു. മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് പറ്റൂല, നമുക്ക് 3 നിറങ്ങളും വേണം. ഈ ബാലൻസിന്റെ മറ്റൊരു പേരാണ് ഇന്ത്യ. നമ്മളും ഞാനൊരു ഗാന്ധിയനാണ് ആ അർത്ഥത്തിൽ. അല്ലെ, ആളെയൊക്കെ അറിയാം. ഈ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന നിരീക്ഷകൻ എന്നതിനപ്പുറത്തേക്ക് ബൈ പ്രൊഫഷൻ ഞാൻ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. വിദ്യാഭ്യാസമാണ് നമ്മുടെ കോർ. ഇപ്പം നാളെ രാവിലെ ഡൽഹിയിൽ പോകുന്നത് CBSE ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ഓർഗനൈസേഷൻ ലൈഫോളജി എന്നാണ് പേര്. അതിലൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് നമ്മളാണ് നടത്തിയിട്ടുള്ളത്. വ്യത്യസ്ത ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലും വിദേശത്തും. അതാണ് ബേസിക്കലി ചെയ്യുന്നത്. ലൈഫോളജി എന്നാണ് ഓർഗനൈസേഷൻ്റെ പേര്. ശരി, അപ്പം ഇത് ഇപ്പോൾ രാത്രി വൈകിയ വേളയിൽ നമ്മൾ ഒരുപാട് സമയം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു ദിവസം വിശദമായി തീർച്ചയായിട്ടും നല്ലതാണ്. എനിക്ക് അതിലൊരു റിക്വസ്റ്റും കൂടുതൽ, ഇതുപോലത്തുള്ള വൈബ്രന്റ് ക്വസ്റ്റ്യൻസും നമ്മുടെ പഴയ മീഡിയയ്ക്ക് പലപ്പോഴും ഈ എനർജി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം ഈ ന്യൂ ഏജ് മീഡിയ, എസ്പെഷ്യലി യൂട്യൂബിലടക്കമുള്ള ന്യൂ ഏജ് മീഡിയ, ഡിജിറ്റൽ മേഖലയിലുള്ള ന്യൂ ഏജ് മീഡിയ ആണ് ഇനി ഫ്യൂച്ചർ. കാര്യം പഴയ രീതിയിൽ 25 കോടിയും 30 കോടിയും മുറയ്ക്ക് സാറ്റലൈറ്റ് എടുക്കുന്നതിന് നല്ലതാണ്, ഇല്ലെന്നല്ല, മോശമാണെന്നല്ല. പക്ഷേ ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഡിജിറ്റൽ മേഖലയിൽ ചെയ്താൽ അതിന്റെ 10,000 ഇരട്ടി റിസൾട്ട് പലപ്പോഴും. ഒരു ചാനലിന്റെ ഭാഗത്തോടെ 1000 ചാനൽ തുടങ്ങാൻ പറ്റും.
അപ്പം ഇത് എന്തിനാണ് നമ്മൾ ഈ ചാനലെല്ലാം തുടങ്ങുന്നത്? നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം, കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വേണം, കൂടുതൽ ഇൻസൈറ്റ്സ്, ഉൾക്കാഴ്ചകൾ വേണം. അപ്പോൾ യൂട്യൂബ് അടക്കമുള്ള ഡിജിറ്റൽ മേഖലയെ ലെവറേജ് ചെയ്ത് പോകണം. അതിന് ഇന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് ഓഗസ്റ്റ് 1 നമ്മൾ നിങ്ങൾ നാളെ ആയിരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്നത്, എന്നാലും ഇന്നത്തെ എടുക്കുന്ന ഓഗസ്റ്റ് 1. ഈ ഓഗസ്റ്റ് 1 1991 ലോകത്തിലെ ആദ്യ വെബ്സൈറ്റ് വരുന്നത്. ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 1 മുതൽ 6 വരെയുള്ള സമയങ്ങളിൽ 1989 ഓഗസ്റ്റ് 1 ടിം ബേണേഴ്സ് ലീ, അദ്ദേഹമാണ് ആധുനിക ഇന്റർനെറ്റിന്റെ പിതാവ്. ഈ ദിവസമാണ് അദ്ദേഹം തുടങ്ങുന്നത്. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തീ, വീൽ പോലെ അടിസ്ഥാനപരമായൊരു മാറ്റമാണ് ഈ ഡിജിറ്റൽ മേഖല. ആ ഡിജിറ്റൽ മേഖലയുടെ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗിക്കുന്ന നിങ്ങളടക്കമുള്ള എല്ലാ ചാനലുകൾക്കും ഇതിൻ്റെ എല്ലാ ഓർഗനൈസേഴ്സിനും ഓൾ ദ ബെസ്റ്റ്. കൂടുതൽ ആൾക്കാരെ അറിയിക്കാനും സന്തോഷിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും ഉൾക്കാഴ്ചകൾ നൽകാനും നിങ്ങൾക്കാകട്ടെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. മലയാളി പൊളിയാണോ? മലയാളി പൊളിയാണ് മലയാളി.